ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ആകാശിൻ്റെ കല്യാണം നടക്കാൻ പോകുന്നത് അവൻ ആരതിയോട് വിളിച്ച് പറയാണ്. പെട്ടെന്ന് തന്നെ എൻ്റെ കല്യാണം നടത്താൻ അച്ഛൻ്റെ തീരുമാനം. അപ്പോൾ ആരതി മേഘയുടെ സഹായം ചോദിച്ച സമയത്ത് മേഘ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തു എന്ന് ആകാശിൻ്റെ അച്ഛനെ വിളിച്ച് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, വീഡിയോ കോൾ ചെയ്തിട്ട്. പക്ഷേ ആരതി എത്ര തന്നെ വിളിച്ചിട്ടും ആകാശിൻ്റെ അച്ഛൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആരതി ദേഷ്യത്തോടെ ആകാശിനെ വിളിച്ചിട്ട് പറയുകയാണ്, എത്ര നേരമായി നിൻ്റെ അച്ഛൻ ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നു, എന്താ എടുക്കാത്തതെന്നും. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, ഞാൻ വിളിക്കാം, നിൻ്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഞാൻ വിളിക്കാം. ശരി, അങ്ങനെ ആരതി ആ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ സമയത്താണ് മേഘ മനോഹരനോട് പറയുന്നത്, ആരതിക്ക് മണ്ണെണ്ണ കൊടുത്തു, പക്ഷേ തീപ്പെട്ടി കൊടുത്തില്ലല്ലോ. അത് കേട്ട് മനോഹരനാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം മനഃപൂർവ്വം ആരതിയെ കൊല്ലാനുള്ള പ്ലാനായിട്ടാണ് മേഘയുടെ പ്ലാന് മനോഹരന് തോന്നുന്നത്. അതുമാത്രമല്ല, അയാളുടെ കയ്യിൽ നിന്ന് തീപ്പെട്ടി വാങ്ങിയിട്ട് പോകുന്ന സമയത്ത് അയാൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൾ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ആരതി മരിച്ചില്ലെങ്കിൽ ഇവൾ കൊണ്ടുപോയി തീ കൊളുത്തിയിട്ട് ആരതിയെ കൊല്ലുന്നു തോന്നുന്നല്ലോ. ഇവളുടെ ഇപ്പോഴത്തെ ഭാവം കാണുമ്പോൾ ഒരു കൊലയാളിയുടെ മുഖഭാവമാണല്ലോ. തീർച്ചയായിട്ടും നമ്മളും ഇവളുടെ അടുത്ത് കുറച്ച് ശ്രദ്ധയോടെ തന്നെ നിൽക്കണം. ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ തലയിൽ അമ്മിക്കല്ലോ മറ്റോ എടുത്തിടുമോന്നും അറിയില്ല. ദൈവമേ, ഉറങ്ങുമ്പോൾ പോലും പേടിയോടെ ഉറങ്ങണമല്ലോ. അതേസമയം ക്ഷേത്രത്തിലാണെങ്കിൽ കല്യാണ തിരക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകാശ് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അച്ഛനോട് കുറച്ച് നേരത്തേക്ക് പുറത്തേക്ക് വരാൻ പറയാണ്. പക്ഷെ അയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ആകാശ് അച്ഛൻ്റെ കൈ പിടിച്ച് വലിച്ചിട്ടാണ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത്. എന്നിട്ട് അവനവൻ്റെ കയ്യിലുള്ള ഫോൺ എടുത്തിട്ട് ആരതിയെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, അയ്യോ എന്താ ആകാശ്, എന്തിനാ നീ എന്നെ ഇങ്ങനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത്? അച്ഛ ഒരു നിമിഷം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആരതിയെ വീഡിയോ കോൾ ചെയ്യുകയാണ്. ആകാശ് ആരതിയുടെ കോൾ ചെയ്തതിന് ശേഷം അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ്. പക്ഷെ അയാൾക്ക് തീരെ താല്പര്യമില്ല. അപ്പോഴേക്കും ആരതി കാത്തു നിന്നതുപോലെ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ആരതിയെ മറുതലക്കൽ കണ്ടപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ, കാര്യം പറ, എന്തിനാ നീ വിളിച്ചത്? അപ്പോൾ ആരതി തിരിച്ചു ചോദിക്കുകയാണ്, എന്തിനാ അങ്കിൾ ഞാൻ കോൾ ചെയ്താ നിങ്ങൾ എന്തിനാ എൻ്റെ കോൾ കട്ട് ചെയ്യുന്നത്? അതിനും മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ, തെറ്റ് ചെയ്തത് മുഴുവൻ ഞാനാണ്. നിന്നെ എൻ്റെ മോന് കല്യാണം ആലോചിച്ച് തോർത്തു നോക്ക്, അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ ആരതി പറയാണ്, അങ്കിള് ചെയ്യുന്നതിൽ കുറച്ചു പോലും ന്യായമില്ല. അങ്കിൾ ഓർത്തോ, ആകാശിന് താല്പര്യമില്ലാതെ ഈ കല്യാണം നടത്താൻ എന്തിനാ അങ്കിൾ ഇങ്ങനെ ധൃതി കാണിക്കുന്നത്, പറ. അതിനയാൾ മറുപടിയൊന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, ഞാനും ആകാശും പരസ്പരം പ്രണയിക്കുന്നവരാണ് അങ്കിൾ. ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കുന്നതിന് പകരം ആകാശിന് താല്പര്യമില്ലാത്ത മറ്റൊരു പെണ്ണിനെ ഇടയിലേക്ക് വലിച്ചു കയറ്റിയിട്ട് അവൻ്റെ വിവാഹം നടത്തുന്നത് എന്തിനാ? ആകാശിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അങ്കിൾ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ ആരെ കൈ കാണിച്ച് ഇവളെ കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ ആ പെണ്ണിനെ കല്യാണം കഴിക്കും. ഇവളുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതാരായാലും എൻ്റെ മോനതനുസരിക്കും. എൻ്റെ മോനെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കണ്ട. ഇനി കുറച്ചു നേരത്തിനുള്ളിൽ എൻ്റെ മോനിക്കും ഞാൻ കണ്ടുവച്ച പെണ്ണിനും കല്യാണമാണ്. ആരതി കരഞ്ഞുകൊണ്ടാണ് അയാൾ പറയുന്നത് കേട്ട് നിൽക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ നീ ഫോൺ ചെയ്ത് എൻ്റെ സമയം വെറുതെ മെനക്കെടുത്തരുത്, ഫോൺ വയ്ക്കാൻ നോക്ക്. അപ്പോഴേക്കും ആരതി വിളിച്ചു പറയാണ്, ഒരു നിമിഷം. അപ്പോൾ അയാൾ വീണ്ടും കട്ട് ചെയ്യാണ്ട് കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ ഈ കല്യാണം നിർത്തിവെച്ചില്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് പിന്നീട് ഉണ്ടാവില്ല. ആരതി അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. അത് കേട്ടിട്ട് അയാൾ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറയുന്നത്, എന്താ ഭീഷണിപ്പെടുത്തുവാണോ? ഇതിനൊന്നും ഞാൻ ഭയപ്പെടില്ല, ഫോൺ വെക്കാൻ നോക്ക്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, ഒരു നിമിഷം അങ്കിൾ, ഒരു നിമിഷം. ഞാൻ ആകാശിനെ എത്രത്തോളം പ്രണയിക്കുന്നുണ്ടെന്ന് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആരതി ഫോൺ സ്റ്റാൻഡ് ചെയ്ത് വെക്കുകയാണ്. തൊട്ടടുത്തായിട്ട് തന്നെ മേഘ കൊടുത്തിട്ടുണ്ടായിരുന്ന മണ്ണെണ്ണയുടെ ആ ഒരു ക്യാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജനലിന് പുറത്തായിട്ട് മേഘ വന്ന് നിൽക്കുന്നുണ്ട്. അയാൾ ഫോണിൽ എന്താണ് ആരതി ചെയ്യുന്നതെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആരതി നോക്കുമ്പോൾ മേഘ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മേലിലേക്ക് മണ്ണെണ്ണ ഒഴിക്ക്. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ ചെറുതായിട്ടൊന്ന് ഭയന്ന് നിൽക്കുകയാണ്. ആ അവസരത്തിൽ ആരതി പറയുന്നുണ്ട്, ഇത് ഞാൻ എൻ്റെ ദേഹത്തേക്ക് ഒഴിക്കാൻ പോവാണ്, നന്നായിട്ട് നോക്കി കണ്ടോ നിങ്ങൾ. എന്നിട്ട് അവൾ ആ മണ്ണെണ്ണ മുഴുവൻ അവളുടെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ്. പുറത്തുനിന്ന് അത് നോക്കിക്കാണുന്ന മേഘയ്ക്ക് വല്ലാത്ത സന്തോഷവും സംതൃപ്തിയും ഉണ്ട്. പക്ഷേ ആകാശിൻ്റെ അച്ഛന് ചെറുതായിട്ടൊരു ഭയം തോന്നുന്നുണ്ടായിരുന്നു, ഇനിയൊരു പക്ഷേ അവൾ എന്തെങ്കിലും ചെയ്യുമോയെന്ന്. ദേഹത്ത് മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ആരതി വാശിയോടുകൂടി അയാളെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴെങ്കിലും അയാൾ സമ്മതിക്കുന്നു കരുതിയിട്ട്. പക്ഷെ അയാൾ മറുത്തൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് പുറത്തുനിന്ന് മേഘ വിളിച്ചു പറയാണ്, ആരതി ഇന്നാ എന്ന് പറഞ്ഞുകൊണ്ട് ആ തീപ്പെട്ടി കൊടുക്കുന്ന സമയത്ത് ആരതി അതും വാങ്ങിക്കുകയാണ്. ആകാശില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഈ ഒരു അവസരത്തിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ കല്യാണം നിങ്ങൾ നിർത്തിവെക്കുന്നില്ലെങ്കിൽ
ഈ തീപ്പെട്ടി ഞാൻ ഒരുതി എൻ്റെ ദേഹത്തേക്ക് വെക്കും. അപ്പോൾ അയാൾ ദേഷ്യത്തോടെ പറയാണ്, എന്താ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊളുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയന്ന് പോകുന്നു കരുതിയോ? അത് കേട്ട് ആരതി എന്നെ ആകെ ഷോക്കായി പോയി. അപ്പോൾ അവൾ അങ്ങനെ ചെയ്തിട്ട് അയാളൊന്ന് ഭീഷണി പേടിപ്പിക്കാന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുമെന്ന് ഭയപ്പെടുത്തിയാൽ ഞാൻ ഭയക്കാനൊന്നും പോകുന്നില്ല, ഫോണ് വെക്കാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് അയാൾ ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്യാണ്. ആരതി ആകെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. ആരതി എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് പുറത്തു നിന്ന് മേഘ വിളിച്ചു പറയാണ്, ആരതി കൊളുത്ത് തീ കൊളുത്ത്. അപ്പോഴാണ് ആരതി ഞെട്ടിയത്. അപ്പോൾ അവൾ തീപ്പെട്ടി എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, അങ്കിൾ സത്യമായിട്ടും ഞാനിപ്പോൾ തീ കൊളുത്തു അങ്കിൾ. ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ കല്യാണം നിർത്തിവെക്കുന്നതാണ് നല്ലത്. ആരതി വീണ്ടും പറഞ്ഞു നോക്കുകയാണ്. പക്ഷെ അയാൾ പറയുന്നുണ്ട്, ഇനി ദേഹത്ത് നീ തീ കൊളുത്തിയാലും എനിക്ക് യാതൊരു ഭയവും ഇല്ല. അത് കണ്ട് ആരതി സങ്കടത്തോടെ നിൽക്കുകയാണ്, ഇനി എന്താ പറയണ്ടേന്ന് അറിയാതെ. അപ്പോൾ അയാൾ ആരതിയോട് പറയുന്നുണ്ട്, ഈ കല്യാണം തീർച്ചയായിട്ടും നടക്കും, ആരെക്കൊണ്ടും ഈ കല്യാണം തടുത്തു നിർത്താൻ സാധിക്കില്ല, അയാൾ തീർച്ചയായിട്ടും പറയുകയാണ്. അപ്പോൾ ആരതി സങ്കടത്തോടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മേഘ പറയുന്നുണ്ട്, പേടിക്കണ്ട തീ കൊളുത്തിക്കോ. ഫോണ് സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോഴാണല്ലോ വീണ്ടും കോൾ ചെയ്യുന്നത്, ഇപ്പം തന്നെ ഞാൻ സ്വിച്ച് ഓഫ് ആക്കുകയാണ് നോയിക്കോ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിട്ട് അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാണ്. അങ്കിൾ, ആരതി വിളിച്ചപ്പോഴേക്കും അയാൾ കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരതി പൊട്ടി കരയാണ്. അപ്പോൾ ആകാശ് വരുമ്പോൾ കാണുന്നത് അവൻ്റെ ഫോൺ അവൻ്റെ അച്ഛൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നതാണ്. അവൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അച്ഛാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നേ? എൻ്റെ ഫോണിങ് താ അച്ഛാ. ആകാശ്, മര്യാദയ്ക്ക് പോയിട്ട് കല്യാണ മണ്ഡപത്തിൽ പോയി ചെന്നിരിക്കാൻ നോക്ക്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിൻ്റെ അച്ഛനെ നീ മരിച്ച നിലയിൽ മാത്രമേ കാണുള്ളൂ. അച്ഛാ വാ, മര്യാദയ്ക്ക് വരാൻ നോക്ക് എന്ന് പറഞ്ഞ് ആകാശിൻ്റെ കൈ പിടിച്ചു വലിച്ച് അയാൾ കൂട്ടിക്കൊണ്ട് പോവാണ്. അച്ഛാ ആകാശ് വിളിക്കുന്നുണ്ട്. അതേസമയം ആരതി കരഞ്ഞുകൊണ്ട് മേഘയെ നോക്കുവാണ്. എന്നിട്ട് മേഘയോട് തലയാനക്കിക്കൊണ്ട് പറയാണ്, അതും നടന്നില്ല, അതും വിജയിച്ചില്ല എന്ന്. എന്നിട്ട് അവൾ സ്വയം പിച്ചുമ്പയും പറയും പോലെ പറയുന്നുണ്ട്, ശരി പൊയ്ക്കോ, ഇവിടെ ഒരാൾ മരിച്ചാലും കുഴപ്പമില്ല, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെ കല്യാണം നടന്നാൽ മതി അല്ലേ? ശരി, നടത്തിക്കോ, നിങ്ങൾ കല്യാണം നടത്തിക്കോ എന്ന് പറഞ്ഞ് ആരതി ഒരു തീരുമാനത്തിലെത്തുകയാണ്. മറ്റൊന്നുമല്ല, അവളുടെ കയ്യിലുണ്ടായിരുന്ന തീപ്പെട്ടി ഒരുത്തിയിട്ട് മരിക്കാനാണ് അവൾ തീരുമാനിച്ചത്. പക്ഷെ അത് മേഘ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരതി മരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു നിമിഷത്തിലാണ് ആരതി മരിക്കുക എന്നുള്ളത് മേഘയ്ക്ക് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആരതി തിരികൊളുത്തി ഉടനെ തന്നെ മേഘ അവിടുന്ന് വേഗം രക്ഷപ്പെടുവാണ്. ദൃക്സാക്ഷിയാവാൻ വയ്യാത്തത് കൊണ്ടായിരിക്കാം മേഘ രക്ഷപ്പെടുന്നത്. തീപ്പെട്ടി കത്തിച്ചെങ്കിലും അത് ദേഹത്തേക്ക് വെക്കാൻ ധൈര്യമില്ലാത്തത് കാരണം ആരതി കണ്ണുകളടച്ച് കരഞ്ഞു നിൽക്കുകയാണ്. എങ്കിലും അവൾ ആ തീപ്പെട്ടി കളയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് മേഘ ഒന്നുകൂടി ജനലിൻ്റെ അടുത്ത് വന്നിട്ട് നോക്കുവാണ്, ആരതി തീ കൊളുത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരതി കണ്ണുകളടച്ച് പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. ആ സമയത്ത് ഒരു കൈ വന്നിട്ട് ആരതിയുടെ കയ്യിൽ നിന്നും ആ തീപ്പെട്ടി തട്ടിക്കളയുകയാണ്. മറ്റാരും ആയിരുന്നില്ല, ചന്ദ്രികയായിരുന്നു അത്. ആ സമയത്ത് ആരതി കണ്ണു തുറക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ആരതിയുടെ കവിളിൽ നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്ന മേഘ ചിന്തിക്കുകയാണ്, അവസാന നിമിഷം ഈ ചന്ദ്രിക വന്ന് എല്ലാം നശിപ്പിച്ചു. അപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോട് ചോദിക്കുകയാണ്, എന്താ ആരതി, നീ എന്താ ഈ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ കരഞ്ഞുകൊണ്ട് ആരതി പറയുന്നുണ്ട്, ആകാശിൻ്റെ അച്ഛൻ വേറൊരു പെണ്ണുമായിട്ട് ആകാശിൻ്റെ കല്യാണം നടത്താൻ പോവുകയാണ്. ഇനി എന്തിനാ ഞാൻ ജീവനോടെ ഉണ്ടായിട്ട് എന്ത് ചെയ്യാനാ പോവേണ്ടത്? എന്നെ മരിക്കാനെങ്കിലും വിട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ തീപ്പെട്ടി എടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക അവളുടെ കയ്യിൽ നിന്ന് അത് തട്ടിയെടുക്കുന്നുണ്ട്. ആരതി, ഇപ്പം നിനക്ക് എന്താ വേണ്ടത്? ആകാശിൻ്റെ കല്യാണം നിർത്തിവെക്കണം, അത്രയല്ലേ വേണ്ടൂ? നീ എൻ്റെ കൂടെ വാ, അവൻ്റെ കല്യാണം ഞാൻ നിർത്തിത്തരാം. നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നിന്നെക്കൊണ്ടെന്നല്ല, ആരെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ചന്ദ്രിക പിടിച്ച കൈ മാറ്റിയതിന് ശേഷം ആരതി തലേ തല്ലിക്കൊണ്ട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ മരിക്കാനെങ്കിലും വിട് എന്ന് പറഞ്ഞിട്ട് ആരതി വീണ്ടും ചന്ദ്രിക കളഞ്ഞിട്ടുണ്ടായിരുന്ന തീപ്പെട്ടി തിരയുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ആരതി, മരണത്തെ കൊണ്ട് ഈ ലോകത്ത് ആർക്കും ഒന്നും ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല. ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോരാടിയിട്ട് വേണം ജീവിക്കാൻ. നിന്നെ ആകാശിൻ്റെ കൂടെ ചേർത്ത് വെക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. വിശ്വാസത്തോടെ എൻ്റെ കൂടെ വാ. എന്നിട്ട് ആരതിയെ നോക്കിയതിന് ശേഷം ചന്ദ്രിക പറയുന്നുണ്ട്, ആദ്യം ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാരതി, കാരണം അവളുടെ ദേഹത്ത് നിറയെ മണ്ണെണ്ണയായിരുന്നു. വാ എന്ന് പറഞ്ഞിട്ട് ആരതിയുടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അല്പസമയത്തിന് ശേഷം ചന്ദ്രിക ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, ആരതി ഡ്രസ്സ് മാറ്റി വരുന്നത്. ആ സമയത്ത് പുറത്ത് ജനലിന് വെളിയിലായിട്ട് മേഘയും നിൽക്കുന്നുണ്ട്. എന്താണ് അകത്ത് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ജനലിൽ കൂടി നോക്കുമ്പോൾ ചന്ദ്രിക ആരതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. മാത്രമല്ല ആരതിയാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ചന്ദ്രികയോട് പറയാണ്, പോവാം, വാ എന്ന് പറഞ്ഞ് ആരതിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടാണ് ചന്ദ്രിക പുറത്തേക്ക് പോകുന്നത്. എന്താണ് ചന്ദ്രികയുടെ ഉദ്ദേശം എന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ് പുറത്ത് മേഘ.
എന്നിട്ട് അവൾ അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്, ചന്ദ്രിക നീ എങ്ങനെ ആകാശിൻ്റെ കല്യാണം നിർത്തിവെക്കാൻ പോകുന്നതെന്ന് ഞാനും ഒന്ന് കാണട്ടെ. മേഘയ്ക്ക് ചന്ദ്രികയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ക്ഷേത്രത്തിൽ കല്യാണം തകൃതിയായിട്ട് ഓരോരോ കാര്യങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് മേഘ നേരെ പോയിട്ട് വിളിക്കുന്നത് ആകാശിൻ്റെ അച്ഛനെയാണ്. അപ്പോൾ അയാൾ പെണ്ണിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, ഒരു ഫോൺ വരുന്നുണ്ട്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ. പോയിട്ട് വാ. എന്നിട്ട് അയാളുടെ ഭാര്യയോട് പറയുന്നുണ്ട്, ഒരു നിമിഷം പോലും വെറുതെ നിൽക്കാൻ പറ്റുന്നില്ല, ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആകാശിൻ്റെ അച്ഛൻ ഫോൺ എടുത്തപ്പോൾ തന്നെ മേഘ പറയുന്നുണ്ട്, ഞാൻ മേഘയാണ് സംസാരിക്കുന്നത്. പറയൂ മേഘ. ആകാശിൻ്റെ കല്യാണം അവിടെ വെച്ച് നിർത്താൻ വേണ്ടിയിട്ട് ചന്ദ്രിക ആരതിയെയും കൂട്ടിയിട്ട് ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടതും ആകാശിൻ്റെ അച്ഛൻ ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ മേഘ നീ പറയുന്നത്? അതെ സർ, ചന്ദ്രിക നിങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ട് ആകാശിൻ്റെ കല്യാണം നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ആരതിയെയും കൂട്ടിക്കൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് അത് കേട്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് ആകാശിൻ്റെ അച്ഛൻ. അപ്പോൾ അതിനുള്ള വഴിയും മേഘ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരതിയെയും കൂട്ടിക്കൊണ്ട് ചന്ദ്രിക അവിടത്തേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ ആകാശിൻ്റെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തിക്കോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെ കല്യാണം നടക്കില്ല. മേഘ പറയുന്നത് കേട്ടപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആരതിയും ചന്ദ്രികയും എന്നല്ല, ആര് വന്നാലും തീർച്ചയായിട്ടും ഈ കല്യാണം ഞാൻ നടത്തുക തന്നെ ചെയ്യും. അപ്പോൾ മേഘ വിനയത്തോട് പറയുന്നുണ്ട്, പറയേണ്ടത് എൻ്റെ കടമയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, ഞാൻ ഫോൺ വെക്കട്ടെ അങ്കിൾ. ശരി. ചന്ദ്രികയെ എങ്ങനെയൊക്കെ തോൽപ്പിക്കാൻ പറ്റും അതിനൊക്കെ മേഘ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവൾ സ്വയം ചിന്തിക്കുകയാണ്, ചന്ദ്രിക നീ ആരതിയെയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിലെത്തുമ്പോഴേക്കും ആകാശിൻ്റെ കല്യാണം നടന്നിട്ടുണ്ടാവും. മേഘ അതോർത്ത് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനോഹരൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മേഘ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ മേഘ സന്തോഷത്തോടെ പറയാണ്, കൊളുത്തി വച്ചു മാമാ. എന്ത്? നീ നേരത്തെ പറഞ്ഞതുപോലെ ആരതിയുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊളുത്തി വെച്ചെന്നോ? മനോഹരൻ പേടിയോടെ ചോദിക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അയ്യോ മാമാ, ചന്ദ്രിക ആരതിയെയും കൂട്ടിക്കൊണ്ട് കല്യാണം നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. അത് കേട്ടപ്പോഴാണ് മനോഹരന് സമാധാനമായത്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അതിനു മുന്നേ അവരവിടെ എത്തുന്നതിന് മുന്നേ ആകാശിൻ്റെ കല്യാണം നടത്താൻ വേണ്ടി അവൻ്റെ അച്ഛനെ ഫോൺ ചെയ്ത് പറഞ്ഞ് ചന്ദ്രികയ്ക്ക് ഇട്ടിട്ട് കൊളുത്തി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, അപ്പോഴാണ് മനോഹരൻ നെഞ്ചത്തടിക്കുന്നത്. നല്ല കാര്യം, ഞാൻ എന്തൊക്കെയോ വേറെ ചിന്തിച്ച് വല്ലാതെ പേടിച്ചു പോയി. അത് ഓർത്തോർത്ത് മേഘ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ആ സമയത്ത് ക്ഷേത്രത്തിൽ ആകാശിൻ്റെ അച്ഛൻ മണ്ഡപത്തിനടുത്ത് വന്നിട്ട് അവൻ്റെ അമ്മ ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ അവരടുത്തത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആകാശ് എവിടെ? റൂമിലാണ് ഉള്ളത്. അവനോട് ഞാൻ മണ്ഡപത്തിലല്ലേ ഇരിക്കാൻ പറഞ്ഞത്, അവൻ എന്തിനാണ് റൂമിൽ പോയത് എന്ന് പറഞ്ഞിട്ട് അയാൾ റൂമിലേക്ക് നടക്കുകയാണ്. ആ സമയത്ത് റൂമിൽ സങ്കടത്തോടെയാണ് ആകാശ് ഇരിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ഓർത്തിട്ടുള്ളത് നിസ്സഹായ അവസ്ഥയിൽ. അപ്പോൾ അയാൾ വന്നിട്ട് പറയാണ്, ഏയ് ആകാശ്, നിന്നോട് ഞാൻ മണ്ഡപത്തിൽ ഇരിക്കാനല്ലേ പറഞ്ഞത്, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? എണീച്ച് വാടാ എന്ന് പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ചപ്പോഴേക്കും അവൻ പറയുന്നുണ്ട്, അച്ഛാ പ്ലീസ് അച്ഛാ, എനിക്ക് കല്യാണം വേണ്ട അച്ഛാ, ആരതി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അച്ഛാ. അത് കേട്ടതും അയാൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ശരി, നീ ആരതിയുടെ കൂടെ തന്നെ ജീവിച്ചോ, ഞാൻ ഈ റൂമിലെ ഫാനിൽ തന്നെ കെട്ടി തൂങ്ങി ചത്തോളാം. അച്ഛാ എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ആരതിയാണെങ്കിൽ എന്നെ വിളിച്ചിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു, നീയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നു, പിന്നെ ഞാൻ എങ്ങനെയാണ് തിരിച്ച് നിങ്ങൾക്കൊക്കെ മറുപടി തരേണ്ടത്? ഇങ്ങോട്ട് നോക്ക്, കല്യാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മാത്രം ചേർന്നതല്ല, സ്വന്തം ബന്ധങ്ങളും ഫ്രണ്ട്സും എല്ലാവർക്കും ഉൾക്കൊണ്ടതാണ്. ഇതിൽ നമ്മൾ മാത്രമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ലടാ. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ആരതി ഇഷ്ടമല്ലടാ. ആകാശിന് അത് കേൾക്കും തോറും സങ്കടമാവുകയാണ്. അതുകൊണ്ട് നീ അവളെ മറക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആകാശ് സങ്കടത്തോടെ പറയാണ്, അച്ഛാ നിങ്ങൾ എന്നെ ആരതിയുടെ കൂടെ കല്യാണം നടത്തി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ദയവ് ചെയ്ത് ഈ കല്യാണം ഒന്ന് നിർത്തിത്താ അച്ഛാ. ഈ കല്യാണം എനിക്ക് വേണ്ട അച്ഛാ. ഇങ്ങോട്ട് നോക്ക് ആകാശ്, നിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വന്തക്കാരും ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുള്ളത്. അവർക്ക് മുന്നിൽ നീ എന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതെന്നെ കൊല്ലുന്നതിന് സമമാണ്. ഈ കല്യാണമോ മറ്റോ നിന്നുപോയാൽ അതിൻ്റെ കൂടെ എൻ്റെ ശ്വാസവും നിലയ്ക്കും. നീ പറ, ഞാൻ മരിക്കണോ? അത് പറ അച്ഛാ. ആകാശ് സങ്കടത്തോടെ വിളിക്കുകയാണ്. അച്ഛ എന്തിനാ അച്ഛ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഏയ് ഇനി കൂടുതൽ സംസാരിക്കാൻ നേരെയില്ല, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആകാശിൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് പോവുകയാണ്. അച്ഛാ പ്ലീസ് അച്ഛാ, പറയുന്നതൊന്ന് കേൾക്കച്ചാ. പക്ഷെ ആകാശിനെ പിടിച്ച് വലിച്ച് അയാൾ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നിന്നോട് പറഞ്ഞില്ലേ ഇനി ഒന്നും സംസാരിക്കാൻ നേരെയില്ല, വാ എന്ന് പറഞ്ഞിട്ട് ആകാശിൻ്റെ മണ്ഡപത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അയാൾ ദൂരത്ത് നോക്കിയിട്ട് വിളിച്ച് പറയാണ്, നോക്ക് ആ മാല ഇങ്ങോട്ടേക്ക് എടുത്തോണ്ട് വാ. അപ്പോഴേക്കും അയാളുടെ ഭാര്യ മാല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ആകാശ് കെഞ്ചിക്കൊണ്ടേയിരിക്കുകയാണ്, അച്ഛാ ദയവ് ചെയ്ത് പറയുന്നൊന്ന് കേൾക്കച്ചാ, മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞിട്ട് ആ മാല എടുത്തിട്ട് ആകാശിൻ്റെ കഴുത്തിലിട്ട് കൊടുക്കുകയാണ് അയാൾ. മണ്ഡപത്തിൽ ചെന്നിരിക്കെ
ആകാശ് ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ്. എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? നിന്നോടല്ലേ പറഞ്ഞത് മണ്ഡപത്തിൽ ചെന്നിരിക്കാനേ. ഈ കല്യാണം നിർത്താമെന്ന് ഇനിയും നീ ചിന്തിച്ചു കൂട്ടണ്ട. മര്യാദയ്ക്ക് നിന്നോട് വരാനാ പറഞ്ഞത് എന്നും പറഞ്ഞ് ആകാശിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് അയാൾ. ആകാശ് പറ്റുന്നിടത്തോളം അയാളോട് പറയുന്നുണ്ട് എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന്. അമ്മയോടും അച്ഛനോടും പറ്റുന്നത് പോലെ ആകാശ് പറഞ്ഞെങ്കിലും രണ്ടുപേരും അത് കേൾക്കുന്നില്ല. ആ സമയത്ത് ചന്ദ്രിക ആരതിയെയും കൂട്ടിക്കൊണ്ട് ഓട്ടോറിക്ഷയിൽ കല്യാണ മണ്ഡപത്തിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ആകാശിൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ട് അവനെ മണ്ഡപത്തിനടുത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആകാശ് വീണ്ടും പ്രതീക്ഷയോടെ പുറത്തേക്ക് നോക്കുകയാണ്. ആരതി പറഞ്ഞു വിട്ട ആരെങ്കിലും വന്നിട്ടുണ്ടാവോ ഈ കല്യാണം നിർത്തിക്കാൻ എന്ന് വിചാരിച്ചിട്ട്. അവസാനം അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആകാശിന് അവിടെ മണ്ഡപത്തിൽ ഇരിക്കേണ്ടി വരികയാണ്. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ സ്വാമിയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പെണ്ണിനോട് വരാൻ പറയൂ. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ അവളുടെ അമ്മയോട് പറയാണ് പെണ്ണിനെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ. ആകാശ് വീണ്ടും അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ പ്ലീസ് അച്ഛാ പറയുന്നത് കേൾക്കുക അച്ഛാ, നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്, സമാധാനത്തോടെ ഇരിക്കേ. പൂജാരി ആകാശിനോട് പറയാണ് ഞാൻ മന്ത്രങ്ങൾ ചൊല്ലുന്നതിനനുസരിച്ച് ഓരോന്നായിട്ട് എടുത്ത് അഗ്നിയിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ പറഞ്ഞത് പ്രകാരം ആകാശ് ഓരോരോ കർമ്മങ്ങൾ ചെയ്യുവാണ്. ഒരു ഭാഗത്ത് പൂജാരി പറയുന്നത് അനുസരിക്കുന്ന ആകാശ്, അതിനപ്പുറത്ത് കല്യാണം നടക്കുമോ എന്നുള്ള ഭയത്തോടെ നിൽക്കുന്ന അവൻ്റെ അച്ഛനും അമ്മയും. മറുഭാഗത്ത് കല്യാണ പന്തലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആരതിയും ചന്ദ്രികയും. ആരതി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട് കരയാതെ ആരതി, നീ പേടിക്കേണ്ട, നമ്മളവിടെ എത്തുമ്പോഴേക്കും കല്യാണം നടക്കില്ല. ആരതിക്ക് ഒരു സമാധാനവും ഇല്ല, അവൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം വീട്ടിലാണെങ്കിൽ സിദ്ധാർത്ഥ് വന്ന് നോക്കുമ്പോൾ ചന്ദ്രികയെ വീട്ടിൽ എവിടെയും കാണുന്നില്ല. അവളിത് എവിടെ പോയിട്ടുണ്ടാവും എന്നൊക്കെ സിദ്ധു ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ സമയത്ത് ഓട്ടോറിക്ഷയിൽ നിന്നിട്ട് ചന്ദ്രിക സിദ്ധുവിനെ കോൾ ചെയ്യുന്നുണ്ട്. ചന്ദ്രിക നീ ഇത് എവിടെയാണ് പോയത്, ഞാൻ വീട് മുഴുവൻ നിന്നെ തിരഞ്ഞല്ലോ. സിദ്ധു ചോദിക്കുകയാണ്. സർ ഞാൻ ആരതിയെയും കൂട്ടിക്കൊണ്ട് ആകാശിൻ്റെ കല്യാണം നടക്കുന്ന ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ചന്ദ്രിക സിദ്ധുവിനോട് പറഞ്ഞത് കേട്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.